നമസ്കാരം. ഈ കമ്മ്യൂണിസം കൊണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം ഗതി പിടിച്ചിട്ടുണ്ടോ? ഇല്ല എന്നായിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും നെഞ്ചിൽ കൈവച്ച് പറയുന്ന ഉത്തരം. കമ്മ്യൂണിസം എന്നും മനുഷ്യ സമൂഹത്തെ നശിപ്പിച്ചിട്ടേയുള്ളൂ. കമ്മ്യൂണിസം എന്താണെന്ന് ലളിതമായി പറഞ്ഞു തരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എഴുതിയിരിക്കുന്നത് കേരളം അറിയപ്പെടുന്ന മൺമറഞ്ഞുപോയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളാണ്. പേര് ആശ ലോറൻസ്, സഖാവ് MM ലോറൻസിൻ്റെ മകൾ. ആ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. സ്നേഹമുള്ള ബഹുമുഖ്യമന്ത്രി, ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കിയിട്ടോ ചോദിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. കമ്മ്യൂണിസം എന്നത് ഒരു ഫേക്ക് ഐഡിയോളജിയാണെന്ന് താങ്കൾക്കും അറിയാം. കമ്മ്യൂണിസം എന്നത് സ്വപ്നം കാണാനും പറയാനും കേൾക്കാനും എഴുതാനും വായിക്കാനും നല്ലതാണ്. അത് പ്രാവർത്തികമാക്കാനുള്ളതല്ല. പ്രാവർത്തികമാക്കി വിജയിപ്പിക്കാൻ പറ്റാത്ത ഐഡിയോളജി മാത്രമാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം ഭരിക്കാനും നല്ലതല്ല. കമ്മ്യൂണിസം അധികാരത്തിനുള്ളതല്ല. കമ്മ്യൂണിസം പ്രവർത്തിക്കാൻ നല്ലതാണ്. കമ്മ്യൂണിസം സേവിക്കാൻ നല്ലതാണ്. സർ, ഞാനൊരിക്കൽ അപ്പച്ചനോട്, കോമ്രേഡ് MM ലോറൻസിനോട് ചോദിച്ചു, കമ്മ്യൂണിസം എന്തു ചെയ്തു ജനങ്ങൾക്ക് വേണ്ടിയെന്ന്. ക്രിസ്ത്യൻ മിഷണറീസ് അല്ലേ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തത് എന്ന്. അന്നത്തെ പ്രായത്തിലെ അറിവ് വെച്ച് ചോദിച്ചതാണ്. ചുറ്റുപാടും കണ്ട കാഴ്ചകൾ കണ്ട് അനുഭവം വെച്ച് ചോദിച്ചതാണ്. 6ലോ 7ലോ പഠിക്കുമ്പോഴായിരുന്നു അത്. അപ്പോൾ അച്ചാച്ചൻ ഏറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിൽ മങ്ങാതെ നിൽക്കുന്ന ഓർമ്മ, വസൂരി വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭയക്കാതെ രോഗികളെ പരിചരിച്ചത്, അവർക്ക് ഭക്ഷണം നൽകിയത്, അവരെ വൃത്തിയാക്കിയത്, അവരെ ദഹിപ്പിച്ചത്. കോളറ വന്നപ്പോൾ പിന്നെ പിടിയരിയുടെ കാര്യം, അങ്ങനെ ജനസേവനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്ന് കമ്മ്യൂണിസത്തിന് അധികാരം ലഭിച്ചോ അന്ന് തൊട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു. നേതാക്കൾ MP-യും MLA-യും മന്ത്രിയും മുഖ്യമന്ത്രിയുമാകാനുള്ള ഓട്ടത്തിലായി, ഗ്രൂപ്പിലായി, വെട്ടിനിരത്തലായി. അണികൾ നേതാക്കളുടെ പിറകെയായി. ഓരോ സമയത്തും അന്നത്തെ വയസ്സന്മാരെ വെട്ടിനിരത്തലായി ലക്ഷ്യം. തോമസ് ഐസക്, CP ജോൺ മുതലായവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് വയസ്സന്മാരെ ഇല്ലാതാക്കണമെന്ന്. CP ജോണിനോട് ഇതേക്കുറിച്ച് നേരിട്ട് ചോദിച്ചപ്പോൾ ചിരിയോടെ വേഗം നടന്നു നീങ്ങി. നിഷേധിച്ചില്ല. സത്യം എങ്ങനെ നിഷേധിക്കും? ഇന്ന് അവരൊക്കെ വയസ്സന്മാരായി. അന്നത്തെ വയസ്സന്മാർ പോയി മറഞ്ഞു. ഇന്ന് താങ്കൾക്ക് രാജയോഗം. അതിൽ ഞാൻ വെപ്രാളപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. താങ്കളുടെ ജന്മനിയോഗം രാജയോഗത്തിൽ കുടുംബസമേതം ജീവിക്കാൻ. എനിക്ക് എൻ്റെ ജന്മനിയോഗം കുറച്ചേറെ ബുദ്ധിമുട്ടുകളിലൂടെ ജീവിക്കാൻ. താങ്കളെപ്പോലെ വെട്ടിനിരത്താൻ അറിയില്ലായിരുന്നു. അതൊന്നും സാരമില്ല, അങ്ങനെ അങ്ങ് പോട്ടെ കാര്യങ്ങൾ. ലെനിൻ്റെയും മാർക്സിൻ്റെയും പ്രതിമകളും തലകളും അവരവരുടെ സ്ഥലങ്ങളിൽ റോഡിൽ ജനങ്ങൾ തള്ളിയിടുന്നതും ചുറ്റിക കൊണ്ട് പൊട്ടിച്ചു കളയുന്നതും അറിഞ്ഞിട്ടില്ലേ? അവിടങ്ങളിലെ ജനങ്ങൾക്ക് മടുത്തിട്ടാണ്. കമ്മ്യൂണിസം ഡെമോളിഷ്ഡ് അവർ കൺട്രി, കമ്മ്യൂണിസം ഡെമോളിഷ്ഡ് അവർ പീപ്പിൾ, കമ്മ്യൂണിസം ഡെമോളിഷ്ഡ് അവർ ലൈഫ്. ഇത് 2011 പറഞ്ഞത് ഹംഗറിയിൽ നിന്നുള്ള യുവ ദമ്പതികളാണ്. ന്യൂഡൽഹിയിലെ നാഷണൽ ക്രാഫ്റ്റ് മ്യൂസിയം സന്ദർശിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണത്. അവർ ഹംഗറിയിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ വലിയ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവും കമ്മ്യൂണിസ്റ്റാണെന്ന്. അപ്പോൾ അവരുടെ മറുപടിയാണ് മേൽ എഴുതിയത്. അവർക്ക് പിറ്റേന്നും നാഷണൽ ക്രാഫ്റ്റ് മ്യൂസിയം സന്ദർശിക്കണം. രണ്ടുപേർക്കും കൂടി 200 രൂപ വേണം. അത് ഒഴിവാക്കി കൊടുത്താൽ ആ 200 രൂപയ്ക്ക് എന്തെങ്കിലും മേടിക്കാൻ സാധിക്കും, അത് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കും എന്ന് പറഞ്ഞവർ. പിറ്റേന്ന് അവരെ എൻ്റെ ഗസ്റ്റായി ടിക്കറ്റ് എടുക്കാതെ നാഷണൽ ക്രാഫ്റ്റ് മ്യൂസിയം സന്ദർശിക്കാൻ അവസരം കൊടുത്തു. കമ്മ്യൂണിസം സ്വപ്നം കണ്ട ജീവിതം. അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണം നൽകിയിരുന്നെങ്കിൽ അവർക്ക് അന്യരാജ്യത്ത് വന്ന് ഇങ്ങനെ കെഞ്ചേണ്ടി വരില്ലായിരുന്നു. കമ്മ്യൂണിസം ജനങ്ങളെ വലച്ചിട്ടേയുള്ളൂ. പക്ഷേ അധികാരം ലഭിച്ചവർക്ക് സുഖജീവിതം നൽകിയ ചരിത്രമാണുള്ളത്. താങ്കൾ വരെയുള്ളവർ ത്യാഗം ചെയ്തവരാണ് കമ്മ്യൂണിസത്തിനു വേണ്ടി. പക്ഷേ അത് കഴിഞ്ഞു. താങ്കൾക്ക് അധികാരം ലഭിച്ചപ്പോൾ മുതൽ കേരളത്തിലെ കമ്മ്യൂണിസത്തിൽ കമ്മ്യൂണിസം ഇല്ല, ക്യാപിറ്റലിസം മാത്രമേ ഉള്ളൂ. അതേ നടക്കൂ. അതങ്ങനെയാണ്. അധികാരം ആരെയും മാറ്റിമറിക്കും. അത് കാരണമാണ് ലോകം മുഴുവൻ കമ്മ്യൂണിസം തകരുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അപ്പച്ചനെ, കോമ്രേഡ് MM ലോറൻസിനെ സ്വന്തം മകനെ മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി കള്ളസാക്ഷികളെ ഇറക്കി അനാട്ടമി ടേബിളിൽ എത്തിച്ച അത്ര തെമ്മാടിത്തം വേറെയില്ല. ആ നാടകം കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ഉത്തമ ഉദാഹരണമാണ്. സ്വജീവൻ കൊടുത്ത് താൻ കൂടി വളർത്തിയ പാർട്ടി തൻ്റെ ജീവൻ പോയ ശരീരത്തോട് കാണിച്ച നീചമായ പ്രവൃത്തി അപ്പച്ചൻ്റെ, സഖാവ് ലോറൻസിൻ്റെ ആത്മാവ് അറിഞ്ഞു കാണുമല്ലോ, അറിയേണ്ടി വന്നല്ലോ. ആരൊക്കെ കവർ സ്റ്റോറി പറഞ്ഞ് ഡ്രാമ നടത്തിയാലും MM ലോറൻസിനോട് കമ്മ്യൂണിസം ചെയ്ത ക്രൂരത ഒന്ന് മാത്രം മതി, കമ്മ്യൂണിസം സമം ക്രൂരത എന്ന് മനസ്സിലാക്കാൻ. ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെയും പോസ്റ്റിൽ ആശ ലോറൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ എല്ലാവരും എല്ലാം രേഖാമൂലം എഴുതി വയ്ക്കുക, ഇല്ലെങ്കിൽ മരണം തമാശയും നാടകവുമാകും. ഏഷ്യാനെറ്റ് സിന്ധു സൂര്യകുമാറിനെ കൊണ്ട് കവർ സ്റ്റോറി ഡ്രാമ അരങ്ങത്ത് അവതരിപ്പിച്ചതുപോലും കമ്മ്യൂണിസത്തിൻ്റെ ക്രൂരതയായിരുന്നു. കാര്യമറിയാതെ സത്യമറിയാതെ സിന്ധു സൂര്യകുമാർ പറഞ്ഞ സ്റ്റോറി അവർക്ക് എന്നെങ്കിലും തിരിച്ചറിവ് കൊടുക്കും. അവർ ഇതിനകം മരണാനന്തരം എന്തു വേണമെന്ന് എഴുതി രജിസ്റ്റർ ചെയ്തു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമ്മ്യൂണിസമാണ് സത്യങ്ങൾ കവർ ചെയ്ത് ജനങ്ങളെ വഞ്ചിക്കുന്നത്, ലൈഫല്ല.
ലൈഫ് കവർ ചെയ്യാൻ സാധിക്കില്ല. കമ്മ്യൂണിസത്തെ പോലെ കവർ ചെയ്ത ഇസങ്ങൾ വേറെയില്ല. ഭാര്യയുടെ സ്വാധീനം കാരണം കാതങ്ങൾ താണ്ടി പുട്ടപർത്തിയിലെത്തി സായിബാബയുടെ കാൽക്കലിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പതനം കവർ സ്റ്റോറിയിൽ പറയുമോ? വെനിസ്വേലയിൽ നിന്ന് പുട്ടപർത്തിയിലേക്ക് എത്ര ദൂരം? ഡ്രാമയായിരുന്നു ആ യാത്ര, ഡ്രാമയായിരുന്നു ആ കൂടിക്കാഴ്ച. ഇങ്ങനെയാണ് ആശാ ലോറൻസ് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. എത്ര സത്യസന്ധമായ വാക്കുകളാണിത്. മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകളാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം കൂട്ടുന്നത്. ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ഇസം, അത് കമ്മ്യൂണിസം മാത്രമാണ്.